സമയത്ത് അല്ലാഹുവിനോട് നമ്മൾക്കും ദുആ ചെയ്യാം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുവേ എൻ്റെ ശരീരത്തിന് നീ ആഫിയത്ത് തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, എൻ്റെ ചെവിയുടെ കേൾവി ശക്തി, എൻ്റെ ചെവിയുടെ ആരോഗ്യം അല്ലാഹുവേ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. വആഫിനി ഫീ ബസ്വരി, എൻ്റെ കണ്ണിന്റെ കാഴ്ച ശക്തി എൻ്റെ മരണം വരെ നിലനിർത്തണേ അല്ലാഹ്. 100 വയസ്സ് വരെ ജീവിച്ചാൽ 100 വയസ്സ് വരെ കണ്ണിന് കാഴ്ച ശക്തി തരണേ അല്ലാഹ്, ചെവിക്ക് കേൾവി ശക്തി തരണേ അല്ലാഹ്, കൈകാലുകൾക്ക് ആരോഗ്യം നൽകണേ അല്ലാഹ് എന്നാണ് ഈ ദുആഇന്റെ അർത്ഥം. ഇങ്ങനെയാണ് എന്നാണ് ഈ ദുആഇന്റെ ഉദ്ദേശം. ഇതാണ് മിനിങ്ങളെ. എന്നിട്ട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുവേ കുഫറിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, സത്യനിഷേധത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, വൽ ഫഖർ ദാരിദ്ര്യത്തിൽ നിന്നും നീ എന്നെ കാക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ ഖബറിന്റെ അദാബിൽ നിന്നും എന്നെ നീ കാക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും 3 തവണ സുബ്ഹിയുടെ ശേഷവും മഗ്രിബിന്റെ ശേഷവും ദുആ ചെയ്യാറുണ്ട്. നമ്മൾ ദുആ ചെയ്യാറുണ്ടോ? മുഅ്മിനീങ്ങളെ കാണാതെ പഠിക്കണം. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കാം. അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹുമ്മ ആഫിനി ഫീ സമഇ, അല്ലാഹുമ്മ ആഫിനി ഫീ ബസ്വരി, ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. ലാ ഇലാഹ ഇല്ലാ അൻത. സഹോദരങ്ങളെ, കുഫറും പ്രശ്നമാണ്, ഫഖറും പ്രശ്നമാണ്. ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ, അല്ലാഹുവേ കുഫറിൽ നിന്ന് എന്നെ നീ കാക്കണം, അതേപോലെ ഫഖറിൽ നിന്നും എന്നെ നീ കാക്കണേ അല്ലാഹ്. ഫഖർ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ സ്വന്തം കുടുംബത്തെ പോറ്റാൻ കഴിയാതിരിക്കുക, മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ കഴിയാതിരിക്കുക, മക്കളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കുക, സ്വന്തമായിട്ടൊരു വീടെടുക്കാൻ കഴിയാതിരിക്കുക, മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരിക, അതേപോലെ നമ്മളിങ്ങനെ പട്ടിണി കിടക്കുക. ഇതൊക്കെയാണ് ഫഖർ എന്ന് പറഞ്ഞാൽ. ഫഖർ വലിയ പ്രശ്നമാണ്. കാദൽ ഫഖറു അൻ യകൂന കുഫ്റാ, ഫഖർ ഒരു പക്ഷേ കാഫിറാവാൻ വരെ സാധ്യതയുണ്ട്. ഫഖർ കൂടിപ്പോയാൽ, ദാരിദ്ര്യം കൂടിപ്പോയാൽ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ചില ഗർവാപ്പസിയുടെ കഥകളൊക്കെ നമ്മൾ മുമ്പ് കേട്ടത്. ഓർമ്മയുണ്ടോ? 1 ലക്ഷം കൊടുത്ത് 2 ലക്ഷം കൊടുത്തൊക്കെ മുസ്ലിമീങ്ങളായ പാവങ്ങളായ പട്ടിണി പാവങ്ങളെ ഇസ്ലാമിൽ നിന്ന് മറ്റുള്ള മതങ്ങളിലേക്ക് കൊണ്ടുപോയത്. ക്രൈസ്തവ മതത്തിലേക്ക് ചേക്കേറിയവരുണ്ട്, ഹൈന്ദവ മതത്തിലേക്ക് ചേക്കേറിയവരുണ്ട്. എന്തേ കാരണം? പട്ടിണിയാണ്. വിശപ്പകറ്റാൻ വല്ലതും തന്നാൽ അവർ തന്നെയാണ് പിന്നെ പല ആളുകൾക്കും ദൈവമായിട്ടുള്ളത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അതവരുടെ ഫഖറിന്റെ പ്രശ്നമാണ്, ദാരിദ്ര്യത്തിന്റെ പ്രശ്നമാണ്. വിശപ്പടക്കാൻ, പട്ടിണി അകറ്റാൻ വേറെ വഴിയില്ലാതിരിക്കുമ്പോൾ മതം പോലും വലിച്ചെറിയാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് ഫഖറിൽ നിന്ന് എല്ലാവരും അല്ലാഹുവിനോട് കാവൽ തേടണമെന്ന് പറഞ്ഞത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കുഫ്രി വൽ ഫഖർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ ഖബറിന്റെ അദാബിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു പരിശുദ്ധ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നബി തങ്ങളുടെ സുബഹിക്ക് ശേഷമുള്ള ദുആ ആയിരുന്നു സഹോദരങ്ങളെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ സാഹചര്യത്തിലൊക്കെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി തങ്ങളുടെ മറ്റൊരു പ്രാർത്ഥനയാണല്ലോ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വസൂഇൽ കിബ്ർ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കസ്ലി വസൂഇൽ കിബ്ർ. അല്ലാഹുവേ മടിയിൽ നിന്ന് എന്നെ നീ കാക്കണേ അല്ലാഹ്, അലസതയിൽ നിന്ന് എന്നെ നീ കാക്കണേ റബ്ബേ. അലസന്മാരായി മാറാൻ പാടില്ല, മടിയന്മാരായി മാറാൻ പാടില്ല. നമ്മൾ അലസന്മാരായാൽ പിന്നെ ജോലിക്ക് പോകൂല, വീട്ടിൽ തന്നെ ചടഞ്ഞിരിക്കും. അങ്ങനെ ചടഞ്ഞിരുന്നാലോ സാമ്പത്തികമായ ബാധ്യതയുണ്ടാകും. വസൂഇൽ കിബ്ർ, അഹങ്കാരികളാക്കി മാറ്റരുത് റബ്ബേ.
അഹങ്കാരം നീ ഞങ്ങൾക്ക് തരരുത് റബ്ബേ. സമ്പത്തുണ്ടായാലും ആരോഗ്യമുണ്ടായാലും സ്ഥാനമാനങ്ങളുണ്ടായാലും അല്ലാഹുവേ അഹങ്കാരം തരരുത്. അഹങ്കാരത്തിൽ നിന്ന് ദുസ്വഭാവത്തിൽ നിന്ന് എന്നെ നീ കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. നബി തങ്ങളുടെ മറ്റൊരു ദുആയാണ് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്തുകൾ എൻ്റെ മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. നീ തന്ന നിഅമത്ത് നീ കൊണ്ടുപോവല്ല പടച്ചോനെ. അത് വലിയ പ്രശ്നമാണ്. പൈസ ഉണ്ടായിട്ട് സുഖിച്ച് ജീവിച്ച ഒരാൾക്ക് പിന്നെ പൈസ ഇല്ലാതിരിക്കുമ്പോൾ ജീവിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ആദ്യം തന്നെ പൈസ ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കണ്ണ് ജനിക്കുമ്പോൾ കണ്ണുണ്ട്, ഒരു 20-25 വയസ്സാകുമ്പോൾ കണ്ണ് പോയി, അയാൾക്ക് വലിയ പ്രയാസമായിരിക്കും. ജന്മനാ കണ്ണില്ലെങ്കിൽ എത്ര പ്രയാസം ഉണ്ടാവില്ല. കാല് 25 വയസ്സ് വരെ കാലുണ്ട്, പിന്നെ കാല് മുറിച്ചു മാറ്റി, വലിയ പ്രയാസമായിരിക്കും. ജന്മനാ കാലില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പം നിഅമത്ത് നീങ്ങിപ്പോവാന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്, വലിയ പ്രയാസമാണ്, സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ചില ആളുകളൊക്കെ സൂയിസൈഡ് ചെയ്യുന്നത്. വലിയ സാമ്പത്തിക പ്രശ്നമൊക്കെ വരുമ്പോൾ പിന്നെ എങ്ങനെ ജനങ്ങളെ ഫേസ് ചെയ്യുമെന്നറിയാതെ ആത്മഹത്യ ചെയ്യാൻ. വലിയ വലിയ കോടീശ്വരന്മാർ, വലിയ വലിയ മുതലാളിമാർ, കടക്കണിയും കടബാധ്യതയും സാമ്പത്തിക പ്രശ്നമിങ്ങനെ കലുഷിതമാകുമ്പോൾ ഫേസ് ചെയ്യാൻ കഴിയാഞ്ഞിട്ട് സൂയിസൈഡ് ചെയ്യുന്ന ആളുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. നടന്മാർ, നടിമാർ, എത്ര സൂയിസൈഡ് കേസുകളൊക്കെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ ആത്മഹത്യ ചെയ്തു, വിഷം കുടിച്ചു മരിച്ചു. നിഅമത്ത് നീങ്ങിപ്പോകുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവാണ്. സിനിമയിൽ അവസരം നഷ്ടപ്പെടുമ്പോൾ ഡിപ്രഷൻ വന്നു, സ്ട്രെസ്സായി, പിന്നെ മാനസികമായിട്ട് പ്രശ്നമായി, പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നു. സാമ്പത്തികതും അതേപോലെ നിഅമത്തുകളൊക്കെ എങ്ങനെയാണ്? അള്ളാഹു നമ്മൾക്ക് തന്ന നിഅമത്തൊക്കെ മരണം വരെ നിലനിൽക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യണം. മരണം വരെ നിഅമത്തുകളൊക്കെ, ആരോഗ്യവും, കണ്ണിൻ്റെ കാഴ്ചശക്തിയും, ചെവിയുടെ കേൾവിശക്തിയും, സമ്പത്തും, ആരോഗ്യവും, കുടുംബവും, വീടും, ജോലിയും, ബിസിനസ്സും, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്യാറുള്ള ദുആയാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. അല്ലാഹുവേ നീ തന്ന നിഅമത്ത് നീ തിരിച്ചു കൊണ്ടുപോവല്ല റബ്ബേ. വതഹവ്വുലി ആഫിയതിക. അല്ലാഹുവേ നീ തന്ന ആരോഗ്യം തിരിച്ചു കൊണ്ടുപോവല്ല അല്ലാഹ്. വഫുജാഅതി നിഖ്മതിക. പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. വജമീഇ സഖതിക. ഞാൻ ചെയ്ത തെറ്റു കാരണം എന്നോട് കോപിക്കല്ലേ അല്ലാഹ്. ഞാൻ ചെയ്ത പാപങ്ങൾ കാരണത്താൽ അല്ലാഹുവേ എന്നോട് നീ കോപിക്കല്ല റബ്ബേ, എന്നോട് നീ ദേഷ്യപ്പെടല്ല റബ്ബേ. എന്നോടുള്ള ദേഷ്യം കാരണം നീ എന്നെ ശിക്ഷിക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. ഇതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരന്തരമായി അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പിടിച്ചു നിൽക്കണമെങ്കിൽ ദുആ വളരെ പ്രധാനമാണ്. ദുആ നമ്മുടെ ആയുധമാണ്. ആ ആയുധം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമ്മൾക്ക് നിരാശരാവേണ്ടി വരില്ല. അള്ളാഹു നമ്മുടെ ആഫിയത്തും ആരോഗ്യവും എല്ലാം അള്ളാഹു മരണം വരെ നിലനിർത്തി തരട്ടെ.